ഇടുക്കിയിൽ കൊടുത്തു, മലപ്പുറത്ത് കൊടുത്തു, തയ്യൽ മെഷീൻ കൊടുത്തിരിക്കുന്നു, ലാപ്ടോപ്പ് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് അടക്കമുള്ള ആളുകൾ, ലാലി വിൻസെന്റിനെ പോലെയുള്ള ആളുകൾ കൈപ്പറ്റിയ തുകയൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടതാണ്. ഒരു സ്കൂട്ടർ ആ പകുതി വിലയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പം ഒരു കുടുംബശ്രീ അംഗമാകുന്ന നിലയിൽ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഇത്രയും ആധികാരികമായിട്ട് പറയുമ്പം അതൊരു തട്ടിപ്പാണെന്ന് ഒരിക്കലും ചിന്തിക്കാതെയാണ് ഇതിലേക്ക് പൈസ മുടക്കിയത്. പഞ്ചായത്തിന് മുട്ടുപറിക്കുന്നുണ്ടോ? ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ 40 വട്ടം ധർണ നടത്തുന്ന ചില ആൾക്കാരും ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ മുട്ടുപറിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനി CDSന്റെ ചെയർപേഴ്സൺ കോൺഗ്രസിന്റെ ആളാണ്. പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാണ് മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തിന്റെ ഭാര്യ സഹധർമ്മിണി അല്ലേ ഇവിടുത്തെ CDSന്റെ വൈസ് ചെയർപേഴ്സൺ. ഏകദേശം 80ഓളം ആൾക്കാരെ ഈ CDS വൈസ് ചെയർപേഴ്സൺ, അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വൈഫാണ് ഈ ഇതിലേക്ക് ചേർത്തത്. CDSന്റെ ഓഫീസ് ഒരു കാരണവശാലും അതിനുവേണ്ടി വിനിയോഗിക്കാൻ പാടില്ല, ഈ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കരുത് എന്ന് CDSന്റെ ചെയർപേഴ്സണ് കൃത്യമായി രേഖാമൂലം കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിന്റെ കോപ്പിയാണ് എന്റെ കയ്യിലിരിക്കുന്നത്. എന്താ അവര് പറഞ്ഞേ? ഇത് ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മോദിയുടെ സ്കൂട്ടറാ, ദേ നിങ്ങൾക്കിപ്പോ സ്കൂട്ടർ കിട്ടും എന്നിട്ട് അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു മാന്യൻ, ആ മാന്യൻ ഇപ്പം കൈ കഴുകിക്കൊണ്ടിരിക്കുക ഈ പൂഞ്ഞാറിലുണ്ട്. ദിവസം 3 നേരം ഫേസ്ബുക്ക് പോസ്റ്റിടും. അങ്ങനെയുള്ള മനുഷ്യർ ഞങ്ങൾ ചോദിക്കുന്നു, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ മുതലക്കണ്ണീരെങ്കിലും പൊഴിച്ചുകൊണ്ട് മാപ്പ് പറയണം അവരൊക്കെ. നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് പ്രവർത്തകരെ ശരിക്കും വൃത്തികെട്ട രീതിയിൽ തട്ടിപ്പിനിരയാക്കുകയാണ് നമ്മുടെ CDS ചെയർപേഴ്സണും CDS വൈസ് ചെയർപേഴ്സണും ചേർന്ന് നടത്തിയിരിക്കുന്നത്. 8 താലി പറിച്ച് പണയം വെച്ച് പകുതിയിലേക്ക് ഒരു 2 വീലർ കിട്ടുമെങ്കിൽ നമ്മുടെ നാട്ടിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു സഹായമാകുമല്ലോ എന്നുള്ള ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഈ സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയത് ഇവിടുത്തെ ചെയർപേഴ്സൺ ബിന്ദു രാജപ്പനും അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ സാനി ജോർജുമാണ്. ആധികാരികമായി സംസാരിക്കാൻ പാർട്ടിയുടെ ജില്ലാ നേതാവ് രമോഹൻ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകളൊക്കെ ആ കാര്യങ്ങളെ പറ്റി വിശദമായി സംസാരിക്കും. ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് രമാമോഹൻ, ഈ ധർണാ സമരത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് KSS, അതുപോലെ ഈ ധർണാ സമരത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കൂടിയായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് അക്ഷയഗിരി. പ്രിയപ്പെട്ട ജനങ്ങൾ, ഇത്തരത്തിലൊരു സമരവുമായി CPMന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു കുടുംബശ്രീ ഓഫീസിന്റെ മുന്നിലേക്ക് വരുന്നതിന്റെ സാഹചര്യം ഇവിടെ അധ്യക്ഷ എന്ന നിലയിൽ ശശിചേട്ടൻ സൂചിപ്പിക്കുകയുണ്ടായി. ഈ നാട്ടിലെ അല്ലെങ്കിൽ ഈ പൂഞ്ഞാറിന്റെ ചരിത്രത്തിൽ നടന്നിരിക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ CDS ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. പാതി വിലയ്ക്ക് തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ്, അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ ആദ്യ റൗണ്ടിൽ കൊടുത്തുകൊണ്ട് വലിയ തുക വിലയുള്ള 1,20,000 രൂപ വിലയുള്ള സ്കൂട്ടറും അതുപോലെയുള്ള സാധനങ്ങൾ പകുതി വിലയ്ക്ക് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സീഡ് എന്ന സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് എന്ന് പറഞ്ഞു. അതുപോലെ ആദരണീയനായ പട്ടേലിന്റെ പേരിൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കിക്കൊണ്ട് അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഇവിടെ കേരളത്തിലെമ്പാടും സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സഹായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. ഏതാണ്ട് 1200 കോടിയിലേറെ രൂപയാണ് കേരളത്തിലെമ്പാടും പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ, പാവപ്പെട്ട വനിതകളുടേതായ പൈസ തട്ടിയെടുത്തിരിക്കുന്നത്.
അതിന് നേതൃത്വം കൊടുത്തത് പൂഞ്ഞാത്തക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ CDS ചെയർപേഴ്സണും അതുപോലെ കുടുംബശ്രീയുടെ ആഫീസും CDS വൈസ് ചെയർപേഴ്സണുമാണ് എന്നുള്ളത് പകലുപോലെ സ്പഷ്ടമാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇതിന് പിന്നിലെ കഥകളും കൂടെ ജനം അറിഞ്ഞു പോവുകയും ഇതിനെ എതിർക്കുവാൻ അല്ലെങ്കിൽ ഇത്തരം അഴിമതി പൂഞ്ഞാറിന്റെ മണ്ണിൽ ഇനി മേലെ ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു ഇടപെടലിന്റെ ഭാഗം കൂടിയാണ് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് CPM ഇത്തരത്തിലുള്ള ഒരു സമരവുമായി വരുന്നത്. നമുക്കറിയാം പൂഞ്ഞാത്തക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ CDS ചെയർപേഴ്സൺ ആരാണെന്നും വൈസ് ചെയർപേഴ്സൺ ആരാണെന്നും നല്ല വ്യക്തമായിട്ട് അറിയാം. അത് ആ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോൾ CDS തലത്തിലുള്ള ഈ ഓഫീസിൽ നടന്ന തട്ടിപ്പിന് ഉത്തരവാദികളായത് പൂഞ്ഞാത്തക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ഒന്നടങ്കമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആളുടെ നാട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് CDS ചെയർപേഴ്സണായിട്ടുള്ള ബിന്ദു രാജപ്പൻ. അതുപോലെ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയും CDS ചെയർപേഴ്സന്റെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ആളാണ് മറ്റൊരാൾ ഈ CDS മെമ്പറായിട്ടുള്ള ലൈസമ്മ, അടിവാരത്തു നിന്നുള്ള ലൈസമ്മ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ അഴിമതിക്ക് കൊണ്ടുനിന്ന ഈ നാട്ടിലെ പാവങ്ങളുടെ പാവജനവിഭാഗങ്ങളുടെ ആകെ പൈസ തട്ടിയെടുക്കുവാൻ വേണ്ടി ഈ നാട്ടിലെ BJPയും അതുപോലെ BJP പിന്തുണ കൊടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണയുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിലെ 170 വരുന്ന പാവപ്പെട്ട ജനവിഭാഗത്തിന്റെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഈ ഓഫീസിൽ വെച്ചാന്നുള്ളത് ഈ ഭരണസമിതി അറിഞ്ഞതാണ്. അതുപോലെ ഇതിന്റെ മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ഈ പഞ്ചായത്തിലെ തന്നെ ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ അറിഞ്ഞില്ലെന്ന് പറയാൻ കഴിയുമോ? ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നു. ഇത്തരം നിരവധിയായ തട്ടിപ്പുകൾക്ക് വേദിയായി പൂഞ്ഞാത്തക്കേക്കര ഗ്രാമപഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കൊള്ളസംഘം ഭരിക്കുന്ന പഞ്ചായത്തായി പൂഞ്ഞാത്തക്കേക്കര ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുന്നു. ഇതിനെതിരായി ഈ നാട്ടിലെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രതിഷേധ സമരങ്ങളും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും ഉയർത്തിക്കൊണ്ട് വരണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളോടാകെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് പൂഞ്ഞാർ തെക്കേക്കരയിൽ ഇതുപോലൊരു സമരം ഏറ്റെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സ്വാഗതം ആശംസിച്ച പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു. കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലേക്കുള്ള അതിഭയങ്കരമായിട്ടുള്ള തട്ടിപ്പ് എന്ന് തന്നെ പറയാതിരിക്കാൻ കഴിയില്ല. സ്കൂട്ടർ തട്ടിപ്പ് എന്നുള്ള പേരിൽ കേരളത്തിലെ 10,000-കണക്കിന് ജനങ്ങളാണ് കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്ന വൻ തട്ടിപ്പാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത്. 1300 കോടി രൂപ എന്ന് പറയുമ്പോൾ ഇതിൽ കൂടുതലും സാധാരണക്കാരായ സ്ത്രീകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. 60,000 രൂപയ്ക്ക് 1,20,000 രൂപയുടെ സ്കൂട്ടർ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തട്ടിപ്പിന് ഈ നാട്ടിലെ ജനങ്ങളെ ഇരയാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ആരാണ് ഈ അനന്തു കൃഷ്ണൻ? അനന്തു കൃഷ്ണന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി 2-3 ദിവസങ്ങളായി നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുവരുന്ന കാര്യമാണ്. അനന്തു കൃഷ്ണൻ ഒരു സുപ്രഭാതത്തിൽ മൊട്ടിട്ട് വിടർന്നു വന്ന ആളല്ല. അതിനു പിന്നിൽ 7 വർഷങ്ങൾക്ക് മുൻപ് സായി ട്രസ്റ്റിൻ്റെ ആനന്ദിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ലാലി വിൻസെന്റ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അനന്തു കൃഷ്ണനെ കൊണ്ടുചെന്നു എന്ന് ദൃശ്യമാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തുകൊണ്ട് സംസാരിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. സ്കൂട്ടറിലേക്ക് വന്നെത്തിയിട്ട് കുറച്ച് നാളുകളെ ആയുള്ളൂ എന്നുള്ളതൊഴിച്ചാൽ അതിനു മുൻപ് തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ചെറിയ ചെറിയ വല വിരിച്ചുകൊണ്ട് ഏതാണ്ട് 250ഓളം NGO രൂപീകരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സൊസൈറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ആ സൊസൈറ്റിയുടെ വല വിരിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ അവിടേക്ക് ആകർഷിച്ചുകൊണ്ട് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടാണ് ജനങ്ങളെ കബളിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പകുതി വിലയ്ക്ക് തയ്യൽ മിഷൻ ആദ്യം തുടങ്ങിയത് അങ്ങനെയല്ലേ? സ്കൂട്ടറിലേക്ക് എത്തുന്നതിന് മുൻപ് ജനങ്ങളെ വിശ്വസിപ്പിക്കുവാൻ നമ്മളൊന്ന് പരിശോധിക്കണം, നമ്മളൊന്ന് പഠിക്കണം. തയ്യൽ മിഷൻ കൊടുക്കുമ്പോൾ അതിന് 10,000-20,000 രൂപയാകുമ്പോൾ 10,000 രൂപ വാങ്ങിയിട്ട് 20,000 രൂപയുടെ തയ്യൽ മെഷീൻ കൊടുത്തല്ലോ. ഇവിടെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ പരിശോധിക്കുമ്പോൾ എന്താണ്? ഇടുക്കിയിൽ കൊടുത്തു, മലപ്പുറത്ത് കൊടുത്തു, തയ്യൽ മെഷീൻ കൊടുത്തിരിക്കുന്നു.
ലാപ്ടോപ്പ് കൊടുത്തിരിക്കുന്നു. എന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് അടക്കമുള്ള ആളുകൾ, ലാലി വിൻസെന്റിനെ പോലെയുള്ള ആളുകൾ കൈപ്പറ്റിയ തുകയൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടതാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, കടന്നു പോകാതിരിക്കാനും പറ്റില്ല. അപ്പോൾ സാധാരണക്കാരായ ജനവിഭാഗങ്ങളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ രൂപത്തിലേക്ക് മുൻപോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് ആദ്യം മുതലുള്ള പരിശോധനയിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. 1300 കോടി രൂപ ഇരുചക്ര വാഹനത്തിന്റെ പേരിൽ തട്ടിക്കുമ്പോൾ, ഇന്ന് കേരളത്തിലെമ്പാടും അനന്തകൃഷ്ണനെ കൊണ്ടു നടന്ന് തെളിവെടുക്കുമ്പോൾ എത്ര രൂപ മാത്രമാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്? വെറും 3 കോടി രൂപ മാത്രമാണ്. ആ 3 കോടി രൂപ കൊണ്ട് 1300 കോടിയുടെ എവിടെ എത്താൻ വേണ്ടി കഴിയും? ഈ ജനങ്ങളെ കബളിപ്പിക്കാൻ കൂട്ടുനിന്ന നമ്മുടെ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിന് സമാധാനം പറയണമെന്നുള്ളതാണ് ഈ സമരത്തിലൂടെ ഈ പാവപ്പെട്ട ജനങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനോട്, CDSനോട് ആവശ്യപ്പെടുന്നത്. എന്താണ് CDSന്റെ മുൻപിലേക്ക് ഇങ്ങനെ ഒരു സമരം നടത്താൻ ഈ നാട്ടിലെ സാധാരണക്കാരായ കബളിപ്പിക്കപ്പെട്ട ആളുകൾ കടന്നു വന്നിട്ടുള്ളത്? എന്താണ് ഇങ്ങനെ ഒരു സമരം? നമ്മൾ മനസ്സിലാക്കേണ്ടത് CDS എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ ചാലക ശക്തിയാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പേര് പറഞ്ഞുകൊണ്ട് കേരള സംസ്ഥാന ഗവൺമെന്റ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 95-2000 കാലഘട്ടം മുതൽ തുടങ്ങി വച്ച ഈ കേരളത്തിലെ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന അന്നത്തെ സ്വയം സഹായ സംഘം വളർന്നു വലുതായി ഇന്ന് കുടുംബശ്രീയുടെ രൂപത്തിലേക്ക് വളർന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ കുടുംബശ്രീയുടെ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്ന CDS, ആ CDS വഴിയാണ് കുടുംബശ്രീയുടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അറിഞ്ഞില്ല എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാണ് മനസ്സിലാക്കണ്ടേ? അദ്ദേഹത്തിന്റെ ഭാര്യ സഹധർമ്മിണി അല്ലേ ഇവിടുത്തെ CDSന്റെ വൈസ് ചെയർപേഴ്സൺ. എന്താണ് വൈസ് ചെയർപേഴ്സണെ ആദ്യം പറഞ്ഞത്? ആദ്യം പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം CDSന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്ന ബിന്ദു രാജപ്പൻ, ആ ബിന്ദു രാജപ്പനെ സംബന്ധിച്ചിടത്തോളം ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ആളുകളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഈ സാനി ജോർജ് എന്ന് പറയുന്ന ആള് CDSന്റെ വൈസ് ചെയർപേഴ്സൺ ആണ് ഇതിന് കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അവർ സമാധാനം പറയണ്ടേ ഈ നാട്ടിലെ ജനങ്ങളോട്? കുടുംബശ്രീ വളരെ കൃത്യമായി CDSന്റെ ചെയർപേഴ്സൺമാർക്ക്, അതിന്റെ പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഓഫീസർ, എന്റെ കയ്യിലിരിക്കുന്ന പേപ്പർ, നമ്മൾ സംസാരിക്കുമ്പോൾ, ഒരു സമരത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്ക് എന്തും തുറന്നു പറയാം, അല്ലെങ്കിൽ എന്തും പറയാമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കരുതേണ്ട. എന്റെ കയ്യിലിരിക്കുന്ന പേപ്പറിന്റെ കോപ്പി ഈ നാട്ടിലെ ആർക്കും തരാൻ ഞങ്ങൾ തയ്യാറാണ്. CDSന്റെ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഓഫീസർ കൃത്യമായി CDSന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്, സർക്കുലറാണ്. ഇങ്ങനെ വരുന്ന പ്രൈവറ്റ് ഇടപാടുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് CDSന്റെ ഓഫീസ് ഒരു കാരണവശാലും അതിനുവേണ്ടി വിനിയോഗിക്കാൻ പാടില്ല. ഈ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കരുത് എന്ന് CDSന്റെ ചെയർപേഴ്സണ് കൃത്യമായി രേഖാമൂലം കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിന്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടും പിന്നെയും ഇത് ചെയ്തുവെങ്കിൽ എന്താണ് അതിൻ്റെ അകത്തെ സ്ഥാപിത താല്പര്യം? അതാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. ഇവിടെ ഈ സാധാരണക്കാരായ ജനങ്ങളെ തട്ടിച്ചുകൊണ്ട് അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ പണം കിട്ടുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ പ്ലാസ്റ്റിക് പെറുക്കിയും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പിന് പോയും ലഭിക്കുന്ന കെട്ടുതാലി പറിച്ച് പണയം വെച്ച് പകുതിയിലേക്ക് ഒരു 2 വീലർ കിട്ടുമെങ്കിൽ നമ്മുടെ നാട്ടിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു സഹായമാകുമല്ലോ എന്നുള്ള ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഈ സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയത് ഇവിടുത്തെ ചെയർപേഴ്സൺ ബിന്ദു രാജപ്പനും അതോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ സാനി ജോർജുമാണ്. സാനി ജോർജ് വൈസ് ചെയർപേഴ്സൺ മാത്രമാണോ? ഈ തെക്കേക്കര പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ഭാര്യയല്ലേ? CDSന്റെ അറിവ് കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുവാൻ ഉത്തരവാദിത്വമുള്ള ആളല്ലേ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്? എന്തുകൊണ്ട് ഇത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ല? അങ്ങനെ CDSന്റെ മറവിൽ, അതിന്റെ തണലിൽ
ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ കൂടുതൽ സമര കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇവിടെ പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ ഏതാണ്ട് 100-ന് മേളിൽ ആളുകൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലഭിക്കുമെന്നുള്ള ആ മോഹന വാഗ്ദാനത്തിൽ പെട്ടുകൊണ്ട് ഈ രണ്ടുപേരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി 150ഓളം ആളുകൾ 60,000 രൂപ കൊടുത്തിരിക്കുകയാണ്. 60,000 രൂപ മാത്രമാണോ? ആദ്യം 320 രൂപ, പിന്നെ 1,500 രൂപ, പിന്നെ 60,000 രൂപ. ഇത്രയും തുക ഓരോരുത്തരിൽ നിന്നും വാങ്ങിയ ആളുകൾ എന്തെല്ലാം നാടകങ്ങളാണ് അവർ നടത്തുന്നത്. ഇവിടെ ഈ കേരളത്തിലെമ്പാടും അനന്തു കൃഷ്ണനെ പിടിക്കപ്പെടും, ഞങ്ങൾ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഇവർ പൈസ വാങ്ങിയ മുഴുവൻ ആളുകളെയും എവിടെ വരാൻ വേണ്ടി പറഞ്ഞു? ഈരാറ്റുപേട്ടയിലെ അരുവിത്തറ പള്ളിയുടെ മുൻപിൽ. നമുക്കൊരു വിശ്വാസത്തിനും ഞങ്ങൾ ആരും എതിരല്ല. അരുവിത്തറ പള്ളിയുടെ മുൻപിലോ എവിടെ വന്നാലും എവിടെ സംഗമിച്ചാലും കുഴപ്പമില്ല. അവരെ അവിടെ വിളിക്കുമ്പോൾ അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ നയിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള ബാധ്യത അവർക്കുണ്ടായിരുന്നില്ല. ചെയ്തോ? എന്താ ചെയ്തില്ല? അവിടെ വന്ന ആളുകളെ ഫോൺ സന്ദേശം വഴി നിങ്ങൾ കൊണ്ട് പരാതി കൊടുത്തേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയാറുണ്ട്, വൈക്കംകായൽ ചാടണമെങ്കിൽ താലൂക്ക് തഹസിൽദാരുടെ ചീട്ടിന്റെ ആവശ്യമില്ല, ആർക്കും പോയി ചാടാം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഉള്ള സഹോദരിമാരെ ഈരാറ്റുപേട്ടയിലേക്ക് ക്ഷണിച്ചിട്ട് അവിടുന്ന് ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊള്ളണം. നമ്മൾ എന്ത് ചെയ്തു? ഈ പുരോഗമന പ്രസ്ഥാനം, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെങ്കൊടി ഏന്തുന്ന കൈകളുമായി അവിടെ കടന്നു ചെന്നുകൊണ്ട് അവിടുത്തെ സഹോദരിമാരോട് പറഞ്ഞല്ലോ, നിങ്ങൾ വിഷമിക്കേണ്ട, നമുക്ക് നോക്കാം, നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമോ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുവാൻ ഈ പ്രസ്ഥാനം തയ്യാറാണ്. അന്ന് ഈരാറ്റുപേട്ടയിൽ വന്ന സഹോദരിമാർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ അന്ന് തുടങ്ങിയതാണ്. അന്ന് വന്ന സഹോദരിമാരെ കൂട്ടി പോലീസിൽ പരാതി കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം ഈ പറയുന്ന സിജു അടക്കമുള്ള, അക്ഷയ്ഹരി അടക്കമുള്ള, ശശി അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുന്ന് വന്നവരെയും ഈ പ്രദേശത്ത് നിന്ന് വന്ന ആളുകളെ പാലാ ഡിവൈഎസ്പിയെ കണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി ബാക്കി നടപടിക്രമങ്ങളാവട്ടെ. അനന്തു കൃഷ്ണൻ അവിടെയും ഇവിടെയൊക്കെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ ആവശ്യമെന്ന് പറയുന്നത്, ഞങ്ങളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇവരിൽ നിന്ന് വാങ്ങിയ പണം ഇവർക്ക് തിരികെ ലഭിക്കണം. ആ പണം തിരികെ ലഭിക്കുന്നത് വരെ സന്ധിയില്ലാത്ത സമരവുമായി ഈ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം ഈ പുരോഗമന പ്രസ്ഥാനം ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇതൊരു സൂചന മാത്രമാണ്. സാനി ആയിക്കോട്ടെ, ബിന്ദു ആയിക്കോട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഈ പണം വാങ്ങിയതിൻ്റെ ഉത്തരവാദികൾ ഇവർക്ക് പണം തിരികെ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുമായി പോയില്ല എങ്കിൽ ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് മര്യാദയ്ക്ക് സമരമൊക്കെ നടത്തി ഞങ്ങൾ പിരിഞ്ഞു പോകും. ഭീഷണിയൊന്നുമല്ല. പക്ഷേ ഈ പണം വാങ്ങിയ ആളുകൾ നാളെ റോഡിലിറങ്ങണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടും. അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് നിങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത്. അത് തിരികെ കിട്ടുന്നത് വരെ ഇവരോടൊപ്പം ഈ പ്രസ്ഥാനം ഉണ്ടാകും. ഇവർക്ക് ആവശ്യമായിട്ടുള്ള താങ്ങും തണലുമായി, ഇവർക്ക് ആവശ്യമായിട്ടുള്ള നിയമസഭാ സഹായങ്ങൾ ലഭ്യമാകുന്നത് വരെ ഈ പ്രസ്ഥാനം ഇവരോടൊപ്പം നിന്നുകൊണ്ട് ഇവർക്ക് നീതി ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യങ്ങൾ. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിനാണ് നമ്മുടെ പാവപ്പെട്ട മനുഷ്യർ, ജനങ്ങൾ നേരിൽ കണ്ടിരിക്കുന്നത്. അത് നേരിൽ കാണുക മാത്രമല്ല, അവർ സമാഹരിച്ചു വെച്ച, സ്വരൂപിച്ചു വെച്ച, കഷ്ടപ്പെട്ട് വേർപ്പെടുത്ത് അധ്വാനിച്ച പണവും കൂടി തട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന പല ആൾക്കാരുമുണ്ട്, പല രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമുണ്ട്. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആമുഖമായി പറയട്ടെ. ഈ തട്ടിപ്പിൻ്റെ കുഞ്ഞ്, അതിൻ്റെ ബീജം കോൺഗ്രസ്സുകാരാണെങ്കിൽ അതിനെ ഉദരത്തിലിട്ട് പ്രസവിച്ചത് അത് BJP-ക്കാരാണ്,
അങ്ങനെ BJPയുടെയും കോൺഗ്രസിന്റെയും കുഞ്ഞാണ് ഈ തട്ടിപ്പ്. സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ പാവപ്പെട്ട സ്ത്രീകളെ വഞ്ചിക്കുവാൻ വേണ്ടി, അവരുടെ പണം സമാഹരിക്കുവാൻ വേണ്ടി അനന്തുകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുടെ ബിനാമിയിൽ അതിന് സപ്പോർട്ടായിട്ട് നിന്നത് ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് ലാലി വിൻസെന്റ്, BJPയുടെ പ്രമുഖ നേതാവ് രാധാകൃഷ്ണൻ. അതുപോലെ നിങ്ങളൊന്ന് ഓർക്കണം, എൻ്റെയും നിങ്ങളുടെയും വാട്സപ്പിൽ ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് ഫോർവേഡ് മെസ്സേജ് അയച്ചു തന്ന ആൾക്കാർ ഇവിടത്തെ BJPക്കാരും കോൺഗ്രസ്സുകാരുമാ. എന്താ അവർ പറഞ്ഞ്? ഇത് ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ മോദിയുടെ സ്കൂട്ടറാ, ദേ നിങ്ങൾക്കിപ്പോൾ സ്കൂട്ടർ കിട്ടും. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു മാന്യൻ, ആ മാന്യൻ ഇപ്പം കൈ കഴുകിക്കൊണ്ടിരിക്കുക, ഈ പൂഞ്ഞാറിലുണ്ട്. ദിവസം 3 നേരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും. അങ്ങനെയുള്ള മനുഷ്യർ ഞങ്ങൾ ചോദിക്കുന്നു, ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ മുന്നിൽ മുതലക്കണ്ണീരെങ്കിലും പൊഴിച്ചുകൊണ്ട് മാപ്പ് പറയണം അവരൊക്കെ. അവരുടെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടുത്തെ ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ദേ മോദിയുടെ സ്കൂട്ടർ, മോദിയുടെ തയ്യൽ മെഷീൻ, മോദിയുടെ ലാപ്ടോപ്പ്. എന്നിട്ട് എന്ത് ഈ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ നിന്ന് 4 വരി പരാതിയെങ്കിലും എഴുതിയിടാൻ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും ഈ നാട്ടിലെ BJPക്കാരും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ അന്ധന്മാരായിട്ട് നിൽക്കാൻ സാധിക്കില്ല. ഇവിടെ നിങ്ങളിപ്പോ ഓർക്കുന്നുണ്ടാവും, ഈ CDS ആഫീസിന്റെ ഫ്രണ്ടില് ഞങ്ങൾ കുറെ പേരിങ്ങനെ സമരം ചെയ്യുന്നത് എന്താ? നിങ്ങളെല്ലാം തെറ്റിദ്ധരിച്ച ഒരു കാര്യവും കൂടെയുണ്ട്. കുടുംബശ്രീ മുഖേന എന്തോ സർക്കാരിൻ്റെ ഒരു സംവിധാനത്തിലാണ് ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ് സ്കൂട്ടർ ഉൾപ്പെടെയുള്ള കാര്യം കിട്ടുന്നതെന്ന്. അങ്ങനെ തോന്നിപ്പിക്കാൻ ഉണ്ടായ ചേതോവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഗവൺമെന്റ് ഉണ്ടാക്കിയ സംവിധാനമായ കുടുംബശ്രീനെ ഇവിടുത്തെ CDS ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും മറ്റ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഈ CDSന്റെ ആഫീസിൽ വിളിച്ചു വരുത്തി പാവപ്പെട്ട സ്ത്രീകളെ നിങ്ങൾക്ക് സ്കൂട്ടർ തരാം, നിങ്ങൾക്ക് തയ്യൽ മെഷീൻ തരാം, നിങ്ങൾക്ക് ലാപ്ടോപ്പ് തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പണം നഷ്ടപ്പെടുത്തി കളയുന്ന അല്ലെങ്കിൽ പിടിച്ചു പറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ മഹനീയമായിട്ടുള്ള പാവപ്പെട്ടവരുടെ അത്താണിയായി മാറേണ്ട ഈ ഓഫീസിനെ ദുരുപയോഗം ചെയ്തു. അതിനവർ ഈ നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണം. നിയമപരമായിട്ടുള്ള നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കണം. പഞ്ചായത്തിന് മുട്ടുപറിക്കുന്നുണ്ടോ? ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ 40 വട്ടം ധർണ നടത്തുന്ന ചില ആൾക്കാരും ഉണ്ടല്ലോ, കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ. മുട്ടുപറിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനി CDSന്റെ ചെയർപേഴ്സൺ കോൺഗ്രസിന്റെ ആളാ. ഇവിടെ മുമ്പേ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ താരാട്ടുപാടി ഉറക്കുന്ന ആളാണ് CDS ചെയർപേഴ്സൺ. അതുകൊണ്ട് മുട്ടുപറിക്കും. ഇല്ലെങ്കിൽ ഇവിടത്തെ ഈ പറയുന്ന BJPയുടെ ഫേസ്ബുക്ക് മഹാനും ഇവിടത്തെ പ്രതിഷേധത്തിന്റെ ഹോൾസെയിൽ ഡീലർ എന്ന് സ്വയം വിചാരിക്കുന്ന ഒരു മെമ്പറുണ്ട്. ആ കോൺഗ്രസിന്റെ നേതാവ് എല്ലാം കൂടി ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വാ, പോലീസ് സ്റ്റേഷനിലോട്ട് വാ, ഈ പാവപ്പെട്ട വനിതകൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ വാ, ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ആരും വരുന്നില്ല, ആരും അതിനുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല. അങ്ങനെ ഇപ്പോഴും ഈ പ്രശ്നങ്ങളും പോലീസ് കംപ്ലൈൻറ്റുമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് CDSന്റെ ചെയർപേഴ്സണും മറ്റാൾക്കാരും ഈ പരാതി കൊടുക്കാൻ പോകുന്ന ആൾക്കാരെ വിളിക്കുക. എന്തിനാ വിളിക്കുന്നേ? നിങ്ങൾക്ക് സ്കൂട്ടർ കിട്ടും, കുറച്ച് താമസിക്കും, നിങ്ങൾ പരാതി കൊടുക്കരുത്. അതായത് തട്ടിപ്പിന് ഭാഗവാക്കായ ആൾക്കാർ വീണ്ടും ഇവരെ മധുര വാക്കുകൾ പറഞ്ഞ് ചതിക്കുന്നതും വഞ്ചിക്കുന്നതിനും തുല്യമായിട്ടുള്ള കാര്യം ചെയ്യുക. നിങ്ങൾ ഇനിയും പരാതിപ്പെടാൻ പാടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മുടെ അമ്മയും പെങ്ങന്മാരും എല്ലാവരും ഒരു വാഹനം ചിലപ്പം വേണം, അല്ലെങ്കിൽ ജീവിതോപാധിയായിട്ട് ഒരു തയ്യൽ മെഷീൻ വേണം. പൈസ കൊടുക്കാനോ ഒരു പക്ഷെ പലിശ കൊടുക്കേണ്ട വരും എന്ന് കരുതികൊണ്ടോ ഒന്നും ലോൺ എടുക്കാനോ സംവിധാനമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനവൻ്റെ കെട്ടുതാലി പോലും വിറ്റ് ഈ കള്ളക്കൂട്ടങ്ങൾക്ക് വേണ്ടി പൈസ കൊടുത്ത് അവരുടെ കണ്ണീര് കണ്ടു കഴിഞ്ഞിട്ടും പറയുക നിങ്ങൾ പരാതി കൊടുക്കരുത്. കാരണം എന്താ? പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ പങ്കും തെളിയും. ഇല്ലെങ്കിൽ എന്തിനാ ഇവര് മടിക്കുന്നത്? ഇവരുടെ മടിയിൽ കനമില്ലെങ്കിൽ ഇവർ പറയണ്ടേ
വാ നമുക്ക് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് പരാതി കൊടുക്കാൻ സഹായിക്കാമെന്ന് അത് ഇവർ പറയില്ല. അപ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഈ BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ CDSന്റെ ചെയർപേഴ്സന്റെയും വൈസ് ചെയർപേഴ്സന്റെയും പങ്ക് അന്വേഷിക്കണം. ഈ CDSന്റെയും കുടുംബശ്രീയുടെയും ആഫീസ് ദുരുപയോഗം ചെയ്തത് എന്തിനാണ് എന്ന് അന്വേഷിക്കണം. അതിന് പഞ്ചായത്ത് നേതൃത്വം വഹിച്ച് പഞ്ചായത്ത് നിയമ നടപടികൾക്ക് ഒരുങ്ങണം. അവരെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കണം. ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ പറഞ്ഞ സമര പരിപാടികളിലായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള കുത്തഴിഞ്ഞ രീതിയിൽ പാവപ്പെട്ട മനുഷ്യരെ വഞ്ചിക്കുന്ന രീതിയിൽ ഉള്ള പരിപാടികൾ ചെയ്യുമ്പോൾ കണ്ണും കെട്ടി നോക്കി നിൽക്കുവാൻ ഞങ്ങൾ ഇടതുപക്ഷക്കാർക്കാവില്ല എന്ന് മാത്രം നിങ്ങളോട് ഒന്നുകൂടെ ഊന്നി പറഞ്ഞുകൊണ്ട് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നീതി കിട്ടുന്നോളം വരെ സൗജന്യ നിയമസഹായം ഉൾപ്പെടെ ഞങ്ങൾ അവരുടെ കൂടെയുണ്ട്. അവരുടെ ഏതറ്റം വരെ പോകുവാനും ഈ കള്ളക്കൂട്ടങ്ങൾക്ക് നിയമപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നോളം വരെ ഞങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാവും. നീതി കിട്ടുന്നോളം വരെ കൂടെ ഉണ്ടാവുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ലാൽസലാം. ഈ പൂഞ്ഞാർ തെക്കക്കര പഞ്ചായത്തിൻ്റെ കുടുംബശ്രീയുടെ CDS ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണാസമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കുടുംബശ്രീ ഓഫീസ് ദുർബലം ചെയ്തുകൊണ്ട് തട്ടിപ്പിന് കളമൊരുക്കുവാൻ ഒത്താശ ചെയ്ത പഞ്ചായത്ത് ഭരണസമിതി ഇതിന് സമാധാനം പറയണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളമാകെ തട്ടിപ്പിന് കളമൊരുക്കിക്കൊണ്ട് അനന്തകൃഷ്ണൻ എന്ന ആൾക്ക് എല്ലാ സഹായവും ചെയ്തത് KPCCയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ലാലി വിൻസെൻ്റാണ്. ലാലി വിൻസെൻ്റ് 40 ലക്ഷം രൂപ അനന്തകൃഷ്ണൻ്റെ കയ്യിൽ നിന്നും കൈപ്പറ്റി എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അവർ ഇപ്പോൾ പറയുന്നത് ആ 40 ലക്ഷം അവരുടെ കേസ് വാദിച്ചതിൻ്റെ ഫീസാണ്. അപ്പോൾ അവൻ മറുപടി പറയേണ്ടത് ഏത് കേസ് വാദിക്കുന്നതിന് വേണ്ടിയാണ് ഈ 40 ലക്ഷം രൂപ വക്കീൽ ഫീസ് ഈടാക്കിയതെന്ന് ഈ പൊതുസമൂഹത്തോട് അവർ പറയാൻ ബാധ്യസ്ഥയാണ്. ഈ നാട്ടിലെ ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീ ജനവിഭാഗങ്ങൾക്ക് പാതി വിലയ്ക്ക് സ്കൂട്ടറും അതുപോലെ വീട്ടുപകരണങ്ങളും കുട്ടികൾക്ക് ലാപ്ടോപ്പും ഒക്കെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നാട്ടിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഇവർ നാട്ടിലാകെ പ്രചരിപ്പിച്ചത് വലിയ കമ്പനികളുടെ CSR ഫണ്ട് ലഭിക്കും, അതിൽ നിന്ന് ഉള്ള പണം കൊണ്ടാണ് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്നാണ്. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു കമ്പനിയുടെയും CSR ഫണ്ട് ഇവർക്ക് ലഭിക്കുന്നില്ല. മണി ചെയിൻ മോഡലിലുള്ള തട്ടിപ്പാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസും BJPയുമാണ്. നാട്ടിലേതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെയും മോഡിയുടെയും പദ്ധതിയാണെന്ന് വിശദീകരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളതെല്ലാം. നമുക്കറിയാം, ഇപ്പോൾ ഈ നാട്ടിൽ PMAYയുടെ പേരിലുള്ള ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കുന്നുണ്ട്. ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിച്ചത് നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ പ്രിയങ്കനായ നേതാവ് ശശിധരനെ നിങ്ങളുടെ ഈ ഓരോരുത്തരുടെയും പേരിലും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ യോഗ സെക്രട്ടറി സിജുവാണ്. സിജുവിനെയും ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ നമുക്ക് കാര്യങ്ങളെല്ലാം നല്ലപോലെ വിശദീകരിച്ചു തന്നത് നമ്മുടെ മഹിളാ അസോസിയേഷന്റെ മുതിർന്ന നേതാവ് MJജിയാണ്. MJജിയാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത. MJജിയെ ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ യോഗത്തിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ നമ്മുടെ DYFIയുടെ നേതാവ് അഡ്വക്കേറ്റാണ്. അക്ഷയഗിരിയുടെ വാക്കുകൾ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇതിനു വേണ്ടി ഏതറ്റം വരെയും അവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നും ഒരു നയാ പൈസ പോലും കൈപ്പറ്റാതെ കൊണ്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്തിത്തരും എന്ന് ഇവിടെ നിങ്ങൾക്ക് ഏവർക്കും ഉറപ്പ് തന്നിരിക്കുകയാണ്. അക്ഷയഗിരിയെ ഈ യോഗത്തിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഈ പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അതുപോലെ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകര്, പഞ്ചായത്ത് അംഗങ്ങള്, ഈ തട്ടിപ്പിനിടയായി ഞങ്ങളെ ശ്രമിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ 60,000 രൂപയ്ക്ക് സ്കൂട്ടർ തരുന്നു എന്ന് പറഞ്ഞ് CDSന്റെ
വൈസ് ചെയർപേഴ്സണാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ, എൻ്റെ മകളൊക്കെ ഇതിനകത്ത് പൈസ നഷ്ടപ്പെട്ട് കാറി കരഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ എങ്ങനെയാണ് ആ പൈസ ഉണ്ടാക്കിയെടുത്തതെന്ന് വീട്ടിലുള്ള ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ ഒരു സ്കൂട്ടർ ആ പകുതി വിലയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പം ഒരു കുടുംബശ്രീ അംഗമാകുന്ന നിലയിൽ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ഇത്രയും ആധികാരികമായിട്ട് പറയുമ്പം അതൊരു തട്ടിപ്പാണെന്ന് ഒരിക്കലും ചിന്തിക്കാതെയാണ് ഇതിലേക്ക് പൈസ മുടക്കിയത്. ഇപ്പം ഇനിയിപ്പം പൈസ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പം അവർക്ക് കേസിന് പോകണമെന്ന് പറയുമ്പം അവർ ഇത് നിരന്തരമായിട്ട് വീട്ടിലേക്ക് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്കൂട്ടർ കിട്ടും, അല്ലെ പൈസ തരും, കേസിനൊന്നും പോകേണ്ട കാര്യമില്ല എപ്പോഴും. അപ്പോൾ നമ്മൾ കേസിന് പോകണം, പൈസ നഷ്ടപ്പെട്ടു പോയാൽ എന്നാ ചെയ്യുമെന്ന് വീട്ടിലുള്ളവർ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവർ സാനി ചേച്ചി പറഞ്ഞിട്ടുണ്ട് എന്നാണ് മോള് നമ്മളോട് പറയുന്നത്. അവർക്ക് പേടിയാണ് ഇവരിൽ നിന്ന് ഇനി വേറെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുമോ എന്നുള്ളതും അവർക്കൊരു ആശങ്കയായിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പം നമ്മുടെ പൂഞ്ഞാർ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ഭാര്യയാണ് കുടുംബശ്രീയുടെ വൈസ് ചെയർപേഴ്സൺ മാത്രമല്ല. അപ്പം അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഇതിൽ പൈസ മുടക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു ആശങ്കയും കൂടെ ഉള്ളത് കൊണ്ടാണ് അവർ മുന്നോട്ട് വരാൻ ആദ്യം ഒന്ന് മടിച്ചത്. അപ്പം ഞങ്ങൾ ശക്തമായ രീതിയിൽ എന്നതാണേലും പാർട്ടി ഞങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഈ പൈസ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. വായ്പ മേടിച്ചും ലോൺ എടുത്തുമൊക്കെയാണ് ഇതിന് പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായ കുടുംബശ്രീ അംഗങ്ങൾ, ഇതിൽ തട്ടിപ്പിനിരയായിരിക്കുന്നത് എല്ലാവരും തന്നെ കുടുംബശ്രീ പ്രവർത്തകരാണ്. നമ്മുടെ കുടുംബശ്രീ CDS ഓഫീസ്, പഞ്ചായത്ത് CDS ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശ്വാസജനകമായ ഒരു ഓഫീസാണ് ഇതുവരെ നമുക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. മറ്റേതൊരു ഗവൺമെൻറ് പദ്ധതികളും നമ്മുടെ CDS ഓഫീസ് മുഖേന കിട്ടുന്നതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് സ്കൂട്ടർ കിട്ടുമെന്ന് പറഞ്ഞപ്പം അതിൽ വിശ്വസിച്ചു. അതായത് നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നുകൊണ്ട് നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് പ്രവർത്തകരെ ശരിക്കും വൃത്തികെട്ട രീതിയിൽ തട്ടിപ്പിനിരയാക്കുകയാണ് നമ്മുടെ CDS ചെയർപേഴ്സണും CDS വൈസ് ചെയർപേഴ്സണും ചേർന്ന് നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ CDS വൈസ് ചെയർപേഴ്സണെ സംബന്ധിച്ച് അവർ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വൈഫും കൂടിയാണ്. അപ്പോൾ അവർ പറയുന്ന വാക്കിന് എല്ലാവരും വില കൊടുക്കുന്നു. ആ വില കൊടുക്കുന്നതിനെ അവർ ചൂഷണം ചെയ്യുകയാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട്. ഏകദേശം 80ഓളം ആൾക്കാരെ ഈ CDS വൈസ് ചെയർപേഴ്സൺ, അതായത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വൈഫാണ് ഈ ഇതിലേക്ക് ചേർത്തത്. അതായത് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു തന്നെയാണ് ചേർത്തേക്കുന്നത്. പകുതി വിലക്ക് ചിലയിടത്ത് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്, ചിലയിടത്ത് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് സ്കൂട്ടറും കിട്ടുമെന്ന് സാധാരണ ആൾക്കാർ വിശ്വസിച്ച് പോകും. കാരണം പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന കോഴി വിതരണം, അല്ലെങ്കിൽ മറ്റ് കട്ടിൽ വിതരണം, അങ്ങനെ പല പദ്ധതികൾ നമുക്ക് CDS ഓഫീസ് മുഖേന പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും വിശ്വാസജനകമായിട്ട് നമ്മുടെ സംവിധാനത്തെ ഒന്നാകെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ CDS ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഇത്ര വലിയ ഒരു തട്ടിപ്പ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിൽ ശക്തമായിട്ട് മറ്റ് അനന്തകൃഷ്ണനും പ്രതിയായി, അല്ലെങ്കിൽ അനന്തകൃഷ്ണനെ സപ്പോർട്ട് ചെയ്യുന്നവർ പ്രതിയാവുന്നു എന്നുള്ളതുപോലെ തന്നെ ഇത് പാവപ്പെട്ട സ്ത്രീകളെ തട്ടിപ്പിനിരയാക്കാൻ കൂട്ടുനിന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ CDS ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെക്കുകയും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ പരിപാടി നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം. ആലപ്പാട് ഗോൾഡ് നിയർ റിലയൻസ് ട്രെൻഡ്സ്, KK റോഡ്, മുണ്ടക്കയം. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ ഈരാറ്റുപേട്ടയിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. 3/4 ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ലെഗിൻസ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്ട് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 149 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം. ആദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, പുളിക്കൽ ആർക്കേഡ്, സെൻട്രൽ ജംഗ്ഷൻ നിയർ അരുവിത്തുറ ബ്രിഡ്ജ്, ഈരാറ്റുപേട്ട. IG ഫ്യൂച്ചർ, MKK ടവർ നിയർ KSRTC ബസ് സ്റ്റാൻഡ്, ഈരാറ്റുപേട്ട. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട.